ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ന്യൂ സിലബസിലെ ചാപ്റ്റർ 1 ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്ററാണ്. യൂണിറ്റ് 1 അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. സോ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ദിസ് സ്റ്റോറി വാസ് റിട്ടൺ ബൈ നജീബ് മഹ്ഫൂസ്. ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് നജീബ് മഹ്ഫൂസ് എന്നുള്ള ഒരു റൈറ്ററാണ്. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അറബിക് ലിറ്ററേച്ചറിലെ അറബിക് സാഹിത്യത്തിലെ വൺ ഓഫ് ദ ഫേമസ് ആയ ആളാണ് ഇദ്ദേഹം. ഹി ഈസ് ആൻ ഈജിപ്ഷ്യൻ റൈറ്റർ. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. ദ സ്റ്റോറി ഹാഫ് എ ഡേ ഈസ് ആൻ അലിഗറി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ മാൻ. ഹാഫ് എ ഡേ എന്നുള്ള ഈ സ്റ്റോറി ഒരു അലിഗറിയാണ്. അതായത് ദാറ്റ് മീൻസ് ഒരു കാര്യത്തോട് ഉപമിച്ചുകൊണ്ട് പറയുന്ന ഒരു സ്റ്റോറിയാണിത്. ഒരു മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. അതായത് ഒരാൾ ഒരു കുട്ടിയായിരിക്കുന്നത് മുതൽ അയാളുടെ വാർദ്ധക്യം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ സ്റ്റോറി ചിത്രീകരിച്ചിരിക്കുന്നത്. ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് എ യങ് ബോയ്. ഈ സ്റ്റോറിയുടെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു യങ് ബോയ്, ഒരു ആൺകുട്ടിയാണ്. ദ നറേറ്റർ ബിഗിൻസ് ദ ഡേ ആസ് എ ലിറ്റിൽ ബോയ് എൻ്ററിങ് സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബട്ട് ലീവ്സ് ആസ് ആൻ ഓൾഡ് മാൻ ഇൻ എ ഹാഫ് ഡേ. ഈ നറേറ്റർ ആയിട്ടുള്ള ഈ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ പോകുകയാണ്. അങ്ങനെയാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവൻ സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ ആളായി മാറിയിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ യങ് ബോയ്, നറേറ്ററായിട്ടുള്ള നമ്മുടെ യങ് ബോയ് ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്. ഹീ ഈസ് വെരി നെർവസ് ആൻഡ് ഓൾസോ എക്സൈറ്റഡ്. അവൻ്റെ ഉള്ളിൽ ഒരു ഭയവും ഒപ്പം തന്നെ ആദ്യമായി സ്കൂളിൽ പോകാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഹീ ഈസ് തിങ്കിങ് ഇറ്റ്സ് ലൈക്ക് എ പണിഷ്മെൻറ്റ്. അവൻ ചിന്തിക്കുന്നത് ഇത് എന്തോ അവനുള്ള ഒരു പണിഷ്മെൻ്റ് ആണ് എന്നാണ്. ഹവർ ഹിസ് ഫാദർ അഷ്യൂർസ് ഹിം ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. പക്ഷേ അവൻ്റെ അച്ഛൻ അവനെ ആശ്വസിപ്പിച്ച് പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വളർച്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ എ ബോയ്സ് ലൈഫ്. അതായത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണത്. ബട്ട് ഹിസ് ആൻസൈറ്റി ഇൻക്രീസസ് വെൻ ഹി അറൈവ്സ് അറ്റ് സ്കൂൾ. പക്ഷേ സ്കൂളിലെത്തിയപ്പോഴേക്കും അവൻ്റെ ഉള്ളിലെ ആ പേടി കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ സ്കൂളിലെത്തിയപ്പോൾ അവനെപ്പോലെയുള്ള ധാരാളം കുട്ടികളെ അവിടെ കണ്ടു. അവിടുത്തെ ടീച്ചർ അവരോട് പറഞ്ഞു, സ്കൂൾ ഇനി അവരുടെ പുതിയൊരു വീടായി കാണണമെന്ന്. ദ ചിൽഡ്രൻ എൻജോയ് ദ ന്യൂ എൻവയോൺമെൻറ്റ്. ദേ അറ്റൻഡ് ക്ലാസ്സസ്, പ്ലേ ഗെയിംസ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. അങ്ങനെ ആ സ്കൂൾ എന്ന പുതിയൊരു അന്തരീക്ഷത്തോട് അവർ ഇണങ്ങിച്ചേരാൻ തുടങ്ങി. അവർ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാനും അവരോടൊപ്പം കളിക്കാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും എല്ലാം തുടങ്ങി. ആസ് ടൈംസ് ഗോസ് ഓൺ ദേ റിയലൈസ് ദാറ്റ് ദ ന്യൂ സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് ഇൻവോൾവ്സ് ഹാർഡ് വർക്ക് ആൻഡ് ഫ്രസ്ട്രേഷൻ. അങ്ങനെ സമയം പോകുന്തോറും അവർക്ക് മനസ്സിലായി തുടങ്ങി അവരുടെ ലൈഫ് എപ്പോഴും സന്തോഷം നിറഞ്ഞത് മാത്രമാകില്ല, ഒരുപാട് ഹാർഡ് വർക്കും സ്ട്രെസ്സും എല്ലാം നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മുടെ നറേറ്റർ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ അവൻ്റെ അച്ഛൻ അവനെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നില്ല. സോ ഹി ട്രൈസ് ടു വാക്ക് ഹോം. അങ്ങനെ അവൻ വീട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ബട്ട് ഹി ഈസ് ഷോക്ക്ഡ് ടു ഫൈൻഡ് ദാറ്റ് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. പക്ഷേ അവൻ ഭയങ്കര ഷോക്കായി പോയി. കാരണം അവൻ്റെ ചുറ്റുമുള്ള എല്ലാം മാറിയിരിക്കുന്നു. രാവിലെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ഒരു അന്തരീക്ഷമല്ല അവൻ സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ കണ്ടത്. എല്ലാം മാറിയിരിക്കുന്നു. ദ സ്ട്രീറ്റ്സ് ആർ അൺറെക്കഗ്നൈസബിൾ ആൻഡ് ഹി സ്ട്രഗിൾ ടു ഫൈൻഡ് ഹിസ് വേ. അങ്ങനെ അവന് പോവേണ്ട വഴി പോലും അവന് മനസ്സിലാവാതെയായി. എ ബോയ് ഹെൽപ്സ് ഹിം ക്രോസ് ദ സ്ട്രീറ്റ് കോളിംഗ് ഹിം ഗ്രാൻഡ് പ. ഒരു ബോയ് അവനെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ചു. ആ കുട്ടി അവനെ വിളിച്ചത് ഗ്രാൻഡ് പ എന്നായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നറേറ്ററിന് മനസ്സിലായത് സമയം ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ യങ് ബോയ് ഒരു ഓൾഡ് മാൻ ആയി മാറിയിരിക്കുന്നു. ദ സ്റ്റോറി യൂസസ് ദ സ്കൂൾ ഡേ ആസ് എ സിംബൽ ഓഫ് ദി പാസേജ് ഓഫ് ടൈം. ഈ സ്റ്റോറിയിൽ പറയുന്നത് പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടുമുണ്ടായ ഓരോ മാറ്റങ്ങളും സൂചിപ്പിക്കുന്നത് സമയം എത്ര പെട്ടെന്നാണ് എല്ലാം മാറ്റിമറിക്കുന്നത് എന്നാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. സമയത്തിന് വ്യക്തികളെയും സമൂഹത്തിനെയും മാറ്റുവാൻ കഴിയും. ദ ബോയ്സ് ജേർണി ടു സ്കൂൾ സിംബലൈസസ് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ഇതിലെ ആൺകുട്ടിയുടെ സ്കൂൾ യാത്ര ചെറുപ്പകാലത്തിൽ നിന്ന് യൗവനകാലത്തിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിത്ത് ദ അൺഫെമിലിയർ സ്ട്രീറ്റ്സ് റെപ്രസെന്റിംഗ് ദ അൺസെർട്ടനിറ്റീസ് ഓഫ് ഗ്രോയിങ് അപ്പ്. അപരിചിതമായ തെരുവുകളെല്ലാം സൂചിപ്പിക്കുന്നത് കാലം ഒരുപാട് മാറിയിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലും മാറ്റം വന്നിരിക്കുന്നു എന്നാണ്. അൺഫെമിലിയർ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് വളർന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനിശ്ചിതത്വത്തെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ദ സ്റ്റോറി ഷോസ് ഹൗ ടൈം ക്യാൻ റാപ്പ് അവർ പെർസെപ്ഷൻസ് ആൻഡ് ഷേപ്പ് അവർ ലൈവ്സ് ഇൻ എ സർപ്രൈസിംഗ് വേസ്. ചുരുക്കത്തിൽ ഈ സമയം എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ മൂടുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അത്ഭുതമാം വിധം ഉണ്ടാക്കിയെടുക്കുന്നത്
ചെയ്യുന്നത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇതായിരുന്നു ഹാഫ് എ ഡേ എന്നുള്ള ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.